ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു പിക്കിളാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ല മധുരവും അല്പം എരിവും പുളിവും ഒക്കെയുള്ള ഒരു അടിപൊളി പിക്കിളാണ് നമ്മളിന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഈന്തപ്പഴം വെച്ചിട്ടുള്ള ഒരു പിക്കിളാണ് ഇത്. പ്രത്യേകിച്ച് ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ കൂടെ പറ്റുന്ന നല്ലൊരു പിക്കിളാണ് ഇത്. മാത്രമല്ല, ഇപ്പം നമ്മളുടെ ചപ്പാത്തിക്ക് കൂടെ വേണമെങ്കിൽ ഒരു കറിയായിട്ട് വേണമെങ്കിലും ഈ ഒരു പിക്കിൾ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഈ രീതിയിൽ ഈന്തപ്പഴം വെച്ചിട്ടുള്ള അച്ചാർ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അച്ചാർ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിലേക്ക് എന്തെല്ലാം ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്, ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയാക്കിയിട്ടുള്ള കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള ഡേറ്റ്സ് ആണ്. പിന്നെ വേണ്ടുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കായം, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിമാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ശർക്കര, ഇത്രയുമാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നീട് അല്പം എണ്ണ വേണം, അതുപോലെ വിനീഗറും വേണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായാൽ അതിലേക്ക് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ നമുക്ക് ആവശ്യമായിട്ട് വരും. എപ്പോഴും അച്ചാറിന് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കടുക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്പം ഒരു 2-3 തണ്ട് കറിവേപ്പില, അതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കായം ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ഒരു 5-6 കഷ്ണം ചെറിയ കഷ്ണം കായമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി കായമെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ടുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മസാലകൾ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിച്ച് പിഴിഞ്ഞ് എടുത്ത് വച്ചിരിക്കുന്ന പുളി, അതിൻ്റെ വെള്ളവും കൂടി നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പുളിവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ അച്ചാറുണ്ടാക്കി കഴിയുമ്പോൾ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ
മിക്സിയുടെ ജാറിൽ വല്ലതും വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾക്കൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് സമയം ചെറിയ തീയിലിരുന്നൊന്ന് വെന്ത് വരണം. ഇപ്പം നമ്മളുടെ ഇതിനകത്തുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര, ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനിഗർ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ഈ സമയത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ പുളി കുറവാണെങ്കിൽ പിന്നെ വിനിഗറിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. അതുപോലെ എന്തായാലും നമ്മൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം മുളക് പൊടി ഇപ്പോൾ എരിവാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം മുളക് പൊടി നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിനകത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മളുടെ പിക്കിൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിക്കിളാണിത്. അപ്പം നിങ്ങൾ ഈ ഒരു പിക്കിൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പിക്കിളാണ്. പ്രത്യേകിച്ച് ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ, ചപ്പാത്തിയുടെയൊക്കെ കൂടെ വേണമെങ്കിലും ഇതൊരു കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇനി ഒരു എയർ ടൈറ്റായിട്ടുള്ള കുപ്പിയിലേക്ക് മാറ്റിയതിന് ശേഷം എത്ര നാൾ വേണമെങ്കിലും നമ്മൾക്കിത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് കേടാവുന്ന ടൈപ്പ് ഒരു അച്ചാറല്ല ഇത്. വളരെ നാൾ നമ്മൾക്കിത് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഓർക്കുമല്ലോ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.